നമസ്കാരം. കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് മലയോരത്ത്. കാട്ടിൽ നിന്നും നാടിറങ്ങുന്ന പന്നിക്കൂട്ടങ്ങൾ കാർഷിക ഫലങ്ങളും കൃഷി തന്നെയുമാണ് വ്യാപകമായി നശിപ്പിക്കുന്നത്. ദിവസേന എന്നോണം പെരുകി വരുന്ന പന്നിശല്യത്തിന് തടയിടാൻ വനം വകുപ്പിൻ്റെ എംപാനൽ ഷൂട്ടർമാർ തിരുമേനി ചട്ടിവയൽ പ്രദേശത്തെത്തിയത് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് എംപാനൽ ഷൂട്ടർ വിനോദ് എരമം, 11ാം വാർഡ് പഞ്ചായത്ത് അംഗം പി ജെ ജോസ് എന്നിവർക്കൊപ്പമാണ്. ഇവർക്കൊപ്പം 19ഓളം ഷൂട്ടർമാരാണ് ഇവിടെ എത്തിയത്. അവർ തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയും. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷ ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. അത് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ ശ്രീ സനൂസ് കൃഷ്ണൻ സാറിൻ്റെ കീഴിലുള്ള ടീമാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്. ഞങ്ങൾ 50ഓളം മെമ്പർമാരുണ്ട്. അതിലെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിട്ടില്ല, പകുതി ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ പരാതികൾ പ്രകാരമാണ് നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 50ഓളം പരാതികൾ വന്നതിൽ 16 പരാതിയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളതാണ്. അതിൽ തന്നെ 12 എണ്ണം കാട്ടുപന്നികളെ കുറിച്ചുള്ള പരാതികളാണ്. അപ്പോൾ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്ത് കർഷകരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതുകൊണ്ട് ഈ നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും പരിപൂർണമായ സഹായം ഞങ്ങളോട് ഉണ്ടാവണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ജനങ്ങളും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം സമീപകാലത്തെല്ലാം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. അതോടൊപ്പം കാട്ടുമൃഗങ്ങൾ മനുഷ്യനെയും കൃഷിയെയും വലിയ രീതിയിൽ മനുഷ്യനെ ആക്രമിക്കുന്നു, കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെല്ലാം ഭാഗമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഈ ഫോറസ്റ്റ് റേഞ്ച് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ മലയോര പഞ്ചായത്തുകളിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചുകൊണ്ട് ഒരാഴ്ചക്കാലം മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പരാതികൾ അവിടെ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ച് അതിന് ശേഷം ഒരു അവലോകനമൊക്കെ നടത്തുകയുണ്ടായി പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൽ. അപ്പോൾ നമ്മുടെ പ്രദേശത്തുനിന്ന് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നെല്ലാം ഒട്ടനവധി പരാതികളും കൃഷി നശിപ്പിക്കുന്ന പ്രത്യേകിച്ച് കാട്ടുപന്നിക്കെതിരെയുള്ള പ്രവർത്തനം ജാഗ്രത പാലിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തളിപ്പറമ്പ് റേഞ്ചിൻ്റെ കീഴിലുള്ള റേഞ്ച് ഓഫീസർ PB സനൂപ് കൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘമാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഷൂട്ടർമാരുടെ സംഘത്തെ നമ്മുടെ പഞ്ചായത്തിൽ ഈ 11ാം വാർഡിലേക്ക് ചട്ടുവയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവികളുടെ ആക്രമണത്തിൻ്റെ ഫലമായി 1972 നിലവിൽ വന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം, വന സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ് കേരള നിയമസഭയും ഏകാണ്ഡമായി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൻ്റെ നിയമസഭാ സമ്മേളനത്തിൽ ഈ നിയമത്തിൽ ചില ഭേദഗതി വരുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുകയും ഒരു ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. നിയമസഭ ഏകാണ്ഡമായി പാസ്സായി അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ മേലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ കാട്ടുപന്നികളുടെ ആക്രമണം അതിരൂക്ഷമാണ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഈ ചട്ടുവയൽ പ്രദേശത്തെ നൂറുകണക്കിന് കവുങ്ങും തൈ, വാഴ ഉൾപ്പെടെ ഉള്ള കൃഷികൾ പല കൃഷിക്കാരെയും നശിപ്പിച്ചതായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പരാതിയുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ തളിപ്പറമ്പ് റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഷൂട്ടർ സംഘത്തെ പരസ്യമായി കാട് വളഞ്ഞ് കാട്ടുപന്നി ഉൾപ്പെടെയുള്ളതിനെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിങ്ങനെ ഈ ദൗത്യം ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഈ സംഘം എത്തിയത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.